വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ജീവനക്കാരും അധ്യാപകരും പണിമുടക്കും സറണ്ടറില്ല, കുടിശ്ശികയില്ല, അട്ടിമറിച്ചൊരു വഞ്ചകരെ, അയ്യഞ്ചാണ്ട് പരിഷ്കരണം, അട്ടിമറിച്ചൊരു വഞ്ചകരെ, ലീവ് സറണ്ടറിൽ അട്ടിമറി, ആശ്രയ നിയമനം അട്ടിമറി, ഭരണം പിണറായി, ഭരണം പിണറായി, പഠിക്കാൻ നേരെ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകും, പഠിക്കാൻ നേരെ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകും. കരുണാകരനെ കെ ആന്റണി ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ, കരുണാകരനെ കെ ആന്റണി ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ, അവരെ നാട് ഭരിച്ചപ്പോ നേടിയെടുത്തോരവകാശങ്ങൾ ഓരോന്നായി കവരുന്നേ, നേടിയെടുത്തോരവകാശങ്ങൾ ഓരോന്നായി കവരുമ്പോ പണിമുടക്കും. കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കും. ഇൻക്ലാബ് സിന്ദാബാദ്, എൻജിഒഎ സിന്ദാബാദ്, പണിമുടക്കും. പണിമുടക്കിനിടെ മുടക്കും, പണിമുടക്കിനിടെ മുടക്കും. ഇതെന്ത് ഭരണം പിണറായി, ഇതെന്ത് ഭരണം സർക്കാരെ, ജീവനക്കാരെ അധ്യാപകരെ തെരുവിലിറക്കിയ സർക്കാരെ, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു, ജീവനക്കാരെ അധ്യാപകരെ തെരുവിലിറക്കിയ സർക്കാരെ, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. ഒഡീഷയിലെ ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ, ഒഡീഷയിലെ ജീവനക്കാർക്ക് ഐക്യദാർഢ്യം ചെയ്തവരെ, ചട്ടകളെ, വർഗവഞ്ച പരീക്ഷകളെ ആരം നിങ്ങളുടെ താൻ തോന്നിത്തരോ, തിരിഞ്ഞുകുത്തും കട്ടായോ, അറിയാമോ സുവർണ്ണക്കൊടി എന്തിക്കൊണ്ട് അധികാരത്തില്ലാരായാലും അവകാശത്തിന് സമരം ചെയ്യോ, എൻജിഒഎ പ്രസ്ഥാനം, ഇൻക്ലാബ് സിന്ദാബാദ്, എൻജിഒഎ സിന്ദാബാദ്, ജനുവരി 22 സിന്ദാബാദ്. പണിമുടക്കം, പണിമുടക്കിനിടെ മുടക്കം. ഇൻക്ലാബ് സിന്ദാബാദ്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഈ ഗവൺമെന്റിനെതിരെ പണിമുടക്കുകയാണ്. കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് ക്ഷാമബത്ത കൊടുത്തിട്ടില്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു ദുരവസ്ഥ ജീവനക്കാർക്കില്ല. ക്ഷാമബത്ത കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് തന്നെ നാണക്കേടാണ്. 1975 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ഏറ്റവും വലിയ കക്ഷിയായിട്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കേരള NGO അസോസിയേഷന്റെ സമരഫലമായിട്ട് കേന്ദ്രത്തിൽ അനുവദിക്കുന്ന ക്ഷാമബത്ത സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും കൊടുത്തു. പതിറ്റാണ്ടുകളായി നൽകി വരുന്നു. എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ വിലക്കയറ്റം സമീകരിക്കേണ്ടത്? വേറെ എന്തെങ്കിലും ജോലിക്ക് സർക്കാർ ജീവനക്കാർക്ക് പോകാൻ കഴിയുമോ? 5 വർഷം കൂടുമ്പോൾ ശമ്പളം ഒന്ന് പരിഷ്കരിക്കണ്ടേ? ചെറിയൊരു മാറ്റം ഈ ശമ്പളത്തിൽ വേണ്ടേ? 750 രൂപ താഴ്ന്ന ജീവനക്കാർ വാങ്ങുന്ന ഒരു ദിവസം 750 രൂപയാണ് ഈ മുഖ്യമന്ത്രി കാണുന്നില്ലേ? 1 കിലോ അരിയുടെ വില 60 രൂപ.
വെളിച്ചെണ്ണ 280 രൂപ, വെളുത്തുള്ളി 400 രൂപ. എത്ര തീ പിടിച്ച വിലയാണ് ഓരോ നിത്യവും. മുളക് 250 രൂപ. നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണം പോലെ കുതിച്ചു കയറി. സപ്ലൈകോ ഇടപെട്ടിട്ടില്ല, മാർക്കറ്റിൽ ഇടപെടുന്നില്ല, വില നിലവാരം പിടിച്ചു നിർത്തുന്നില്ല, ജീവനക്കാർക്ക് ക്ഷാമബത്ത കൊടുക്കുന്നില്ല. 5 വർഷ ശമ്പള പരിഷ്കരണ തത്വം അതെല്ലാം എടുത്തു കളഞ്ഞു. ക്ഷാമബത്ത മുൻകാല പ്രാബല്യം നിഷേധിച്ചു. 19% 6 ഗഡുവാണ് കുടിശ്ശികയുള്ളത്. ഈ ജനുവരിയിൽ കേന്ദ്രത്തിൽ അടുത്ത ഗഡു കൂടി വരും. കഴിഞ്ഞ തവണ 2019 16% ക്ഷാമബത്ത കവർന്നെടുത്തു. കഴിഞ്ഞ 2 ഗഡു അനുവദിച്ചതിൽ തന്നെ 39 മാസം വീതമുള്ള കുടിശ്ശിക മുൻകാല പ്രാബല്യം അത് നിഷേധിച്ചു. 5 വർഷമായി ഈ സംസ്ഥാനത്ത് ലീവ് സറണ്ടർ കൊടുത്തിട്ട് 5 വർഷം പിന്നിടുന്നു. ഇവിടെ 500 രൂപ വീതം മെഡിസപ്പ് എന്ന് പറഞ്ഞ് ചികിത്സയ്ക്കായി പ്രീമിയം ജീവനക്കാരിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് 1 രൂപയുടെ ചികിത്സാ ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാർ അതിലൊന്നും ഒരു ശ്രദ്ധയും വെച്ചു പുലർത്തുന്നില്ല. പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യം പിടിച്ചുവെച്ച ഗവൺമെന്റ് തിരുത്തൽ വരുത്തി. അല്ലെങ്കിൽ ജനം, ജീവനക്കാരും അധ്യാപകരും ആ ഗവൺമെന്റിനെ താഴെ ഇറക്കി. അതൊരു തെറ്റായ തീരുമാനമാണ്. താഴെയുള്ള ഒരു തലത്തിൽ പണം എത്തിക്കുവാൻ ഈ ചെറിയ ശമ്പളം താഴെ 1-ാം തീയതി ചെയ്താൽ 5 ദിവസം കൊണ്ട് തന്നെ അത് മുഴുവൻ മാർക്കറ്റിലെത്തുന്ന സാഹചര്യമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ളത്. അത് താഴെ ഒരു ചലനമുണ്ടാക്കും. അങ്ങനെ ഒരു നിർജീവാവസ്ഥ ഇവിടെ എത്രയോ വർഷങ്ങളായി ഉണ്ടായിരിക്കുന്നു. 9 വർഷമായി തുടർച്ചയായ അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റ് കാലത്ത് എന്ത് വികസന കുതിപ്പ് നടക്കേണ്ടതാണ്, സമഗ്രമായ എന്തെല്ലാം മാറ്റം വരേണ്ടതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം താറുമാറായി. കുട്ടികളെല്ലാം കൂട്ടമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. കേരളം വൃദ്ധസദനമായി മാറുന്നു. ഇവിടെ PSC വഴി 3 ലക്ഷം പേരെ പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുന്നു. 3 ലക്ഷം പേരെ PSCയെ നോക്കുകുത്തിയാക്കി. ഉദ്യോഗാർത്ഥികൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടുകാലിൽ എഴയുകയാണ് ഒരു ജോലിക്കായി. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ നയവൈകല്യങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ ഈ പണിമുടക്കം തന്നെ ക്ഷണിച്ചു വരുത്തിയതാണ്. ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ഗുരുതരമായി ഇത്രയും വിഷയം നടക്കുമ്പോൾ അവരുടെ തന്നെ കക്ഷിയായിട്ടുള്ള ഒരു പ്രധാന കക്ഷി ഗവൺമെന്റിനെ തള്ളിക്കൊണ്ട് പണിമുടക്കിന് വന്നിരിക്കുന്നു. എത്രയോ MLA-മാരുടെയും മന്ത്രിമാരുടെയും പിന്തുണ ധാർമ്മികമായ നഷ്ടപ്പെട്ടിരിക്കുന്നു സർക്കാരിന്. ആ തിരിച്ചറിവ് സർക്കാരിന് ഉണ്ടാകണം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.